നമ്മൾ സർപ്രൈസ് ആയിട്ട് ഈഗിളിന് ഒരു ഫോൺ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുക. അങ്ങനെയാണ് നമുക്ക് ഈ ഫോണൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സർപ്രൈസാണ്. കൂടെ കൊടുക്കാൻ പോകുന്ന എന്താ റിയാക്ഷൻ നോക്കാം. ചോര വന്ന് കീറിപ്പോയി ഇവിടുന്ന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരിയാണ് കേട്ടോ. ഇതാ മഞ്ചേരി സിറ്റി പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മൊത്തം ഒരു കോംപ്ലക്സിൻ്റെ അകത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഐ സ്റ്റോറിൻ്റെ പുതിയ ഷോറൂം ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ വന്നതാണ് കേട്ടോ. നമ്മൾ നെക്സ്റ്റോൻ്റെ ഷോപ്പിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ? അത് ഇട്ടിട്ട് ഏകദേശം ഇപ്പോൾ എത്രയായി, കുറേ ആയില്ലേ? കുറച്ചായി. അപ്പോൾ അതിൻ്റെ പുതിയ ബ്രാഞ്ച് ഓപ്പണായി. അപ്പോൾ അവർ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ വീഡിയോ കാണാത്തവരുണ്ട്, ഇത് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോകാം അല്ലേ? അപ്പോൾ ഗൈസ് ദാ ഈ വീഡിയോയിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗിൾ ഇതാ അവിടെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മളിവിടേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ ഇനാഗുറേഷനാണ്. അപ്പോൾ അവർ നമ്മളെ വിളിച്ചു, നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. വേറെ ഫോൺ എടുക്കുന്ന അങ്ങനത്തെ അതിനൊന്നും അല്ല വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് ഈഗിളിന് ഒരു ഫോൺ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നവരെ ഒരു ഫോൺ എടുക്കുന്നതിനെ പറ്റി ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, അത് ഇവിടെ വന്നിട്ട് ഞാനൊരു ഫോൺ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ നിന്നൊരു പ്ലാൻ ഇടുകയാണ്, ഈ ഫോണങ്ങ് എടുത്താലോ എന്ന് പറഞ്ഞിട്ട് മാക്സിമം കൊതിപ്പിച്ചിട്ട് ലാസ്റ്റ് എന്താ പറയുക, ക്യാൻസൽ ചെയ്യുക. പറ്റില്ല, നടക്കില്ല, നമ്മളിപ്പോൾ ഫണ്ടില്ല, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഈഗിളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്താ കൂളായിട്ട് നിൽക്കുമോ, ഇല്ലെങ്കിൽ വേണം ആദ്യം മേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വേണ്ടാന്ന് പറയുമോ, അതൊന്നും അറിയില്ല എങ്ങനെയാവുമെന്ന്. അപ്പോൾ എന്തായാലും ഈഗിളുടെ പ്രതികരണം നോക്കാം. എന്തായാലും ഒരു ഐഫോണൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഹാപ്പി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറ്റില്ല എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനാവും എന്തായാലും. അപ്പോൾ ഈഗിൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ നൈസിൽ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ സർപ്രൈസ് അത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുന്നതായിരുന്നു പറഞ്ഞിട്ടില്ല. ഇത് ഓടി വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞാ അവൻ പോയാ? Bittersweet and I'm walking slow. Sensitive, feel the afterglow. Looking for things that I can't control. Fear from my past cause it always shows. Do I wanna try? Can I let it go? അപ്പോൾ ഗായ്സ് ദേ നെക്സ്റ്റ് ഐ സ്റ്റോറിൻ്റെ ഒരു ഗിവ് അവേ വരുന്നുണ്ട്. അപ്പോൾ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു ഫോണാണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അവരുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അവർ ആ ചാനലിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ കമൻസിൽ നിങ്ങളുടെ കമൻസ് കൊടുക്കുക. അപ്പോൾ എത്ര കമൻസ് കൊടുക്കുന്നോ അതിനനുസരിച്ച് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതിനകത്ത് പരിശ്രമിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കൊരു ഐഫോൺ ചിലപ്പോൾ ലക്കി വിന്നറായിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് ഇതാണ് കേട്ടോ ഷോപ്പ് കിടിലൻ. അപ്പോൾ ഇത് ഇവിടെ യൂസ്ഡ് ഐഫോൺസ് ആണ്. അവിടെ പൗച്ച് കാര്യങ്ങൾ, ആക്സസറീസ്. ഇത് യൂസ്ഡാ കണ്ണ പറയില്ല അല്ലേ? എടുക്കാൻ പറ്റുമെന്നോ? എടുക്കണമെങ്കിൽ പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഇതാ ഇവിടെയാണ്. അയ്യോ ഇത് ലോക്കണോ? ഇതാ ഇതൊക്കെ യൂസ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബേസ് മോഡൽ എന്ന് പറഞ്ഞ പോലെ എന്താണ് 8, 7+ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതാ കണ്ടില്ലേ? പിന്നെ ഇതൊന്നല്ല, ഹൈലൈറ്റ് ഇതേ നമ്മുടെ പുതിയ മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ 11 ആട്ടോ, 11 സീരീസാണ് ഇരിക്കുന്നത്. ഇതാണ് പുതിയ ഇറങ്ങിയ 13 മോഡൽസ്. നല്ല രസമുണ്ടല്ലേ?
സിനിമാറ്റിക് സാധനങ്ങളൊക്കെ എടുക്കാം. റീൽസൊക്കെ കിട്ടില്ലാവും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ മോനെ യൂട്യൂബിൻ്റെ ഒക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ക്യാമറയിൽ എടുക്കണ പോലെ ഉണ്ടാവും. കുറച്ചുകൂടെ ഒറ്റയ്ക്ക് പറയാം കേട്ടോ. ഇത് ഏതാണ്? ബോക്സ് മാത്രമേ ഉള്ളൂ, വെയിറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഗായ്സ് കുറച്ച് പ്രീമിയം കാറ്റഗറി ഫോൺസൊക്കെ ഇവിടെ ആട്ടോ ഇരിക്കുന്നത്. നമുക്ക് 11 സീരീസ് ഉണ്ട്, 12 Pro Max ഉണ്ട്, 11 Pro ഉണ്ട്, 11 Pro സച്ചിൻ്റെ അടുത്ത് 11 Pro. ഈ 12 Pro Max ഒക്കെ രസമല്ലേ? അപ്പോൾ ഇതിൻ്റെ റേറ്റ് 60 രൂപയുണ്ട് കേട്ടോ. 60,999 രൂപ. 11 നോക്കി, 11 എത്ര റേറ്റ് വരുന്നുണ്ട് നോക്കി. അതെ, 11 വെറുതെ നോക്കാന്നുള്ളൂ. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ട? ഏതാ ഇഷ്ടപ്പെട്ട? അതൊന്നും എടുക്കരുത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫോൺസ് ഉണ്ട്. അപ്പോൾ ഈഗിളിനെ നൈസിൽ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നോക്കണ്ട, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഒന്നുകൂടി കൊതിപ്പിച്ച് കൊടുക്കാം. ഏതാ ഇഷ്ടമായ? 11 അല്ലേ? 11 ആകുമ്പോൾ കയ്യിൽ ഒതുങ്ങും. 11 പിന്നെ 8 ഉണ്ട്, 7 ഉണ്ട്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഐഫോൺ വേണോ? എടുത്താലോ? നമുക്കുണ്ടല്ലോ ഐഫോൺ എടുത്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ റീൽസ് എടുക്കാം, പിന്നെ എന്താണ് നമ്മുടെ യൂട്യൂബ് വീഡിയോ സെറ്റ് ആക്കാം. നമുക്ക് ഫണ്ട് എവിടെന്നേലും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇല്ലേ, എടുത്താലോ? ഓ എടുക്കാൻ പറ്റും. അവർ പറഞ്ഞില്ലായിരുന്നോ? എമൗണ്ട് നോക്കണ്ട, നമുക്ക് EMI നമുക്ക് സെറ്റ് ആയിക്കൂടെ? എന്നാ ഏതാ വേണ്ടേ? നോക്കണോ? ശരിക്കും എടുക്കട്ടെ? എടുത്തന്നാ എങ്ങനെ ഇരിക്കും? അത് സീനില്ല, ബഡ്ജറ്റ് നമുക്ക് നോക്കണ്ട. നമുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഐഫോൺ കാണിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. എടുക്കണോ? ഏതാ ഇഷ്ടപ്പെട്ട? ഏതാ എനിക്ക് 11ഉം 12ഉം എല്ലാം ഇഷ്ടമായി. പിന്നെ വേണമെന്ന് ചോദിച്ചോണ്ട് പിന്നല്ല ഏതാ വേണ്ട പറയും. 12 Pro Max ഇതാ നോക്കട്ടെ. ഗോൾഡനൊക്കെ അല്ലേ? റിച്ച് ഒച്ചക്ക് വെറുതെ മനസ്സിനെ വെറുതെ ആഗ്രഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ 12 Pro Max ആണ് കേട്ടോ. അത് പുത്തം പോലെ സാധനം. ശരിക്കും പറഞ്ഞാൽ യൂസ്ഡാന്ന് പറഞ്ഞാൽ മനസ്സിലാവും കൂടി ഇല്ല. ഇത് യൂസ്ഡാണോ? 11 മാസം വാറണ്ടി ഉള്ള സാധനം അല്ലേ? ഇത് ഇന്റേണൽ സ്റ്റോറേജ് എത്ര വരുന്നത്? 256. ഇപ്പോൾ ഫ്രഷ് എടുക്കുകയാണെങ്കിൽ 98 ആണല്ലേ? ജസ്റ്റ് 1 month. ഫ്രഷ് പീസിന് 98 വരും. അത്ര വരുന്നുള്ളൂ. 1 month ഡിഫറൻറ്റ് ഉണ്ടോ? 1 മാസത്തെ ഡിഫറൻസ് ഉണ്ടല്ലേ? ഓ ഗൈസ്, 1 മാസത്തെ ഡിഫറൻസിന് 10,000 രൂപേൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ. പുത്തൻ പോലെ തന്നെ. അതേമാതിരി 1 month വാറണ്ടി ഉള്ളതുണ്ട്. 82. ക്യാമറ വെക്കട്ടെ. ഇവിടെ സത്യം പറ, എടുത്തരാന്ന് പറഞ്ഞ കാര്യമായിട്ടാണോ? എടുത്തരാന്ന് പറഞ്ഞ കാര്യമായിട്ടാ വേണോ? എടുത്തിരിക്കണ്ട്.
എന്നാൽ ഇതെടുത്താലോ? പോരും. ഇത് ക്രെഡിറ്റ് കാർഡ് നടക്കൂലേ? ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്. എല്ലാം നടക്കൂലേ? മുഖം നോക്കി അമ്പോ. ഇതാണ് അപ്പോൾ വേണ്ട? 1 മന്ത് വാറണ്ടി പറഞ്ഞത് ഇതാണ് കേട്ടോ. ആ അത് 1 മന്ത് വാറണ്ടി റിമൈൻഡ്. ബ്ലൂവാ? എന്നാൽ ബ്ലൂ ഒന്ന് എടുക്കാം. അതാണെങ്കിൽ മറ്റേതായിട്ട് 20 രൂപ. ഇത് 82 ആയി. അത് 18 ആണ്, ഇത് 82. ഓക്കെ. ഇതിലേശം കൂടെ ഒന്ന് ബാക്കോട്ട് പുഷ് ചെയ്താൽ ഇത് 1 മന്ത് വാറണ്ടി. ഓ ഇത് നീറ്റ് സാധനം കേട്ടോ. 1 മന്ത് 1 മന്ത് വാറണ്ടി ബാക്കി. ബാക്കിയുണ്ടല്ലേ? എത്ര വരുന്നത്? 82. സ്റ്റോറേജും ഇത് തന്നെ സെയിം. ഇത്ര രസമുണ്ടല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? കാര്യമായിട്ട് ഇഷ്ടമായോ? എടുത്താലോ? എടുക്കാം. ശരിക്കും ആ എടുക്കാം. നിനക്കിഷ്ടമായി എടുക്കാം. ഇല്ല വേണ്ട എടുക്കാം. എടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ ഫോൺ ഇവിടെ നിന്ന് എടുക്കാൻ പോകണതാണ് കേട്ടോ. ഇതൊന്നും വീഡിയോ എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ 82. അപ്പോൾ 82 രൂപയാണ് ഗൈസ്. 98 വരും. ഫ്രഷ് എടുക്കണമെങ്കിൽ 98. നിങ്ങൾ വന്നേ സംസാരിക്കട്ടെ. ആ എൻ്റെ ഇതൊന്നും വീഡിയോയിലിടല്ല കേട്ടോ. എക്സ്പ്രഷനൊക്കെ പറഞ്ഞ എന്താ ചെയ്യണ്ടേ? ഇതെടുത്താലോ? ശരിക്കും എടുത്ത് തരുമോ? ശരിക്കും എടുത്ത് തരുമോ? പറ ചിരിച്ചോണ്ട് കണ്ട് വേണോ? പിന്നെ എടുത്തരാന്ന് പറഞ്ഞ വായിച്ചരാ പതിപ്പിച്ചിട്ട്. ഇതിലാകുമ്പോൾ നല്ല സ്ലോമൊക്കെ കിട്ടൂലേ വീഡിയോ എടുക്കുമ്പോൾ? നല്ല സ്ലോമൊക്കെ കിട്ടൂലേ വീഡിയോ എടുക്കുമ്പോൾ? നല്ല ക്ലാരിറ്റി ഉണ്ടോ? എന്ത് ചെയ്യാം? എടുക്കാം. പക്ഷേ ക്യാഷ് എന്ത് ചെയ്യും? അല്ല പറഞ്ഞ EMI ഇടുന്നു. EMI ഇട്ട് കഴിഞ്ഞാൽ എത്ര രൂപ വരുന്ന? പിന്നെ വേണമെന്ന് ചോദിക്കണോ? പിന്നെ വേണമെന്ന് ചോദിക്കണോ? നോക്കട്ടെ. എടുക്കണുണ്ടോ? ഇല്ല. നമ്മൾ മുന്നും പിന്നും നോക്കണമല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ ഫണ്ടില്ലെങ്കിലും EMI ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് വള്ളിയാവൂ. കാരണം വണ്ടി എടുക്കണ പോലെ അത്ര ഫണ്ടില്ലേ അതിന്. 1 ലക്ഷം രൂപേൻ്റെ അടുത്തുണ്ട്. എന്ത് ചെയ്യാം? 1 ലക്ഷം കൊടുത്ത് ഫോൺ എടുക്കണ? എത്ര നേരം എടുത്തരാന്ന് പറഞ്ഞതോ? അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. നീ വിശ്വസിച്ചാ? ഞാൻ ഐഫോൺ വേണമെന്നെങ്ങാനും പറഞ്ഞിരുന്നു. വെറുതെ വന്നിട്ട് എടുത്തരാന്ന് പറഞ്ഞ നിനക്ക് തോന്നുന്നത് ഫണ്ട്? ഇങ്ങോട്ട് നോക്കിയേ. നിനക്ക് തോന്നുന്നുണ്ട് എത്ര ഫണ്ട് നമ്മുടെ അടുത്തുണ്ടെന്ന്? എന്താ ചെയ്യണ്ടേ? എന്നാ പിന്നെ ഞാൻ വേണമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് എടുത്തരാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചുമ്മാ ഇഷ്ടപ്പെട്ടതല്ലേ ചോദിച്ചേ. ഇത് എനിക്കും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയല്ലേ? ഇതൊക്കെ എടുക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്ത? വെറുതെ ആശിപ്പിക്കണം മനുഷ്യനെ. എന്തിനാ പിടിക്കണം? എന്നാലേ നമുക്ക് അടുത്ത മാസം കുറച്ച് ഫണ്ടൊക്കെ സെറ്റായിട്ട് ഡൗൺ പേയ്മെൻറ്റിന് നല്ല എമൗണ്ട് ആവും. പിന്നെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ. ഞാൻ ചുമ്മാ ചോദിച്ചല്ലേ. ഒരു ഫോണൊക്കെ നിന്റെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അയ്യോ കൊള്ളാല്ലേ? ഓ ഇവിടെ ആരുമില്ല. ഇപ്പോൾ എത്രയും പേര് പോയതല്ലേ. വേണോ? എന്നാ പിന്നെ പറയണായിരുന്നു വെറുതെ എനിക്ക് എടുത്തരാന്ന്. ഞാൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ഐഫോൺ വേണമെന്ന്? നമുക്ക് എടുക്കാം. ഫ്യൂച്ചറിൽ നമ്മൾ എടുത്തിരിക്കും. ഈ സാധനം തന്നെ എടുത്തിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ സാധനം തന്നെ എടുത്തിരിക്കും. ഫോണൊക്കെ വരണ്ടല്ല സീൻ. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ഫോൺ എടുത്തോടത്ത് തന്നെ വെക്കാൻ പോണെയാണ്. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ച് ഈകളിതാ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ.
അപ്പോൾ ഇത് 13 അല്ലേ? ഇത് 13 പ്രോയോ? ആ ഇത് ഇത് ജസ്റ്റ് ഒരു 10 days മാത്രം യൂസ് ഉള്ളതാണ്. ഇതിൻ്റെ ഫ്രഷ് 1 year വാറണ്ടി ഉള്ളത് എടുക്കുകയാണെങ്കിൽ 1,15,000 വരുന്നത്. 1,15,000. ഇതിപ്പം പിന്നെ ജസ്റ്റ് 10 days യൂസ് ആണ്. ഫീസ് ഫുൾ വാറണ്ടി ഉള്ളത്. ഇതാണെങ്കിൽ നമുക്ക് 1,06,500 മാക്സിമം ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് 10 days മാത്രം യൂസ് ഉള്ളത്. അപ്പോൾ എത്ര രൂപ കുറഞ്ഞ്? ഒരു 9,000 രൂപേൻ്റെ മാറ്റം ഉണ്ടാവും. 9,000 രൂപേൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ. വെറും 10 days മാത്രം യൂസ് ചെയ്ത ഫോൺ. അടിപൊളി 13 പ്രോ. അപ്പോൾ ഈ റേറ്റിന് ആണല്ലേ? ഫുൾ ബോക്സ് അല്ലേ? സംഭവം കൊള്ളാം. പക്ഷെ നമുക്ക് ഇത്ര എടുക്കാനുള്ള ബഡ്ജറ്റ് ഇപ്പോൾ തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. 12 Pro Max ആണ് മാക്സിമം നോക്കുന്നത്. അപ്പോൾ ഇതാ പുതിയ ഫോണൊക്കെ നോക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ആണല്ലേ? മാറ്റം ഉണ്ടാവും. ആ 10 days മാത്രം യൂസ് ചെയ്യും. ഇത്രയും യൂസ് ചെയ്യുമ്പോഴത്തേനല്ലേ കൊടുക്കുന്നത്? പിന്നെ എന്തിനാ അവർ കൊടുക്കുന്നത്? ആകുമ്പോൾ സമ്മതിക്കണം കേട്ടോ. 10 ദിവസം യൂസ് ചെയ്ത ഫോൺ. അപ്പോൾ ഞങ്ങൾ എന്തായാലും 12 Pro Max ആ ബ്ലൂ കളറല്ലേ അത് നോക്കണമായിരുന്നു. അതപ്പോൾ എത്ര റേറ്റ് വരുന്നു നമുക്ക്? ഇത് പിന്നെ നമുക്ക് 12 Pro Max അല്ലേ? 12 Pro Max ആണ്. ഇത് നമുക്ക് 82,000. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് എത്ര മാസം കൂടി ഇത് വാറണ്ടി ഉള്ളതാണ്. 1 month കൂടി വാറണ്ടി ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അവളോട് ഫീല്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നോക്കാം. ഈ ഫോൺ എന്തായാലും നോക്കാം. ഇതിന് 82 വരും അല്ലേ? 82. അതിനകത്ത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വെച്ചിട്ടുണ്ട്. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോണൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സർപ്രൈസ് ആണ്. അപ്പോൾ കഴിച്ചത് ഈകളുടെ കൈ അവിടെ തട്ടി ചെറുതായിട്ട് മുറിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇതാ കുറച്ച് വേദന എടുത്ത് അങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു നോക്കാം എന്തായിരുന്നു. വേദന കുറഞ്ഞോ? ചോര വന്നു. എവിടെ കൊണ്ട് തട്ടി? ആ കമ്പിയിലോ? അവിടെ കൊണ്ടിട്ട് തട്ടിട്ടു. സാരില്ല, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചോ. അതൊക്കെ പോട്ടെ, നമുക്ക് ഫോൺ എടുക്കണ്ടേ? ചുമ്മാ പറഞ്ഞ എടുക്കാന്ന്. ഗായ്സ്, നമ്മൾ ഈഗിളിനെ അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസിൽ ഫോൺ എടുത്ത് കൊണ്ട് കൊടുത്തു നോക്കാം, എന്താ പറയുക നോക്കാം. ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫോൺ, കണ്ടില്ലേ? ഇതും ഒരു പൂ എടുക്കണം. അപ്പോൾ നമ്മൾ ഫോൺ ഒരു പൂവുണ്ട് കേട്ടോ. ഫോണും പൂ കൂടി കൊണ്ട് കൊടുക്കാൻ പോകുന്ന എന്താ റിയാക്ഷൻ നോക്കാം. ഈകളെ പൂവൊക്കെ ഒരു ഭംഗിക്ക് എങ്ങനെയുണ്ട്? ഇല്ല ഇല്ല, ഞാൻ മേടിച്ചാ. കാര്യമായിട്ട് ഈ 12 Pro Max നിനക്ക് ഇഷ്ടമുള്ള ഫോൺ തന്നെ മേടിച്ച് ബില്ല് ചെയ്ത് നേരത്തെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. അവർക്കൊക്കെ അറിയാം അവിടെ. ആ കാര്യമായിട്ട് ഉണ്ട്. ചുമ്മാ ബോക്സ് മാത്രമല്ല, നീ തുറന്നു നോക്ക്. ആ എടുത്തിയാ? ഹാപ്പി ആയോ? അതാണ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നവരാണ് ഞാൻ. അങ്ങനെ ദേ നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലാണ്ട് റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്ര നേരം ഞാൻ ഇരുന്നേ. ഞാൻ പിന്നെ എന്തിനാ? അപ്പോൾ ഗായ്സ് ദാ ഫോൺ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റിയാക്ഷൻ. ആകെ കരഞ്ഞ് മേളം പിടിച്ചിരിക്കുകയായിരുന്നു. ഇത് എവിടെ കണ്ടില്ലേ, കൈയൊക്കെ മുറിച്ചു അതിൻ്റെ ഇടയ്ക്ക്. ഞാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ ബാക്കിൽ ഇനി സന്തോഷം പോകുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അതെ. അപ്പോൾ കുറേ ദിവസമായി, കുറേ ദിവസമായില്ല, ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ആഗ്രഹം കൊടുത്തത് ഇതേപോലെ എടുക്കണം. അതെ അതെ
അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക വ്ളോഗിങ്ങിന് വേണ്ടി ഉപയോഗിക്കും അല്ലേ? അതെങ്ങനെ എടുത്തത്? ഇ എം ഐ ബജാജിലല്ല, നമ്മൾ നോർമൽ ഡെബിറ്റ് കാർഡിലാണ് കേട്ടോ ഇവിടുന്ന് എടുത്തത്. അപ്പോൾ ഡെബിറ്റ് കാർഡിൻ്റെ സിസ്റ്റം ഞാൻ പറഞ്ഞു തരാം. ബജാജ് കാർഡിനേക്കാളും സുഖമാണ് ഡെബിറ്റ് കാർഡ് വെച്ച് ചെയ്യുന്നത്. ഇഷ്ടമായോ? ഹാപ്പി ആയോ? സന്തോഷമായില്ലേ? അപ്പോൾ ഗായ്സ് നമ്മൾ നെക്സ്റ്റ് വന്ന് ഫോണൊക്കെ മേടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. വീട് സന്തോഷം ഹാപ്പി ആയിട്ടുണ്ട്. ഇനി താഴെ സന്തോഷപ്പെടുത്താൻ സാധിച്ചു. അതെ, ഭാര്യയെ സന്തോഷപ്പെടുത്താൻ സഹായിച്ചത്. അപ്പോൾ നമ്മൾ ഫോണൊക്കെ എടുത്ത് ഇറങ്ങി. ഇതാ നെക്സ്റ്റ് വേണ്ടി ഇന്ന് ഇവിടെ ഇനാഗുറേഷൻ പരിപാടികളൊക്കെ ആയിട്ട് ആൾക്കാർ മൊത്തം ഭയങ്കര മേളമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ലേ, കാരണം ഇത്ര ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ തന്നെ നല്ല ഒച്ചപ്പാടും പേളാക്കിയിരുന്നു ഉള്ളിൽ. അപ്പോൾ കുറേ പേരുള്ളപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതാ അതിനത്രല്ലേ ഒരു ത്രില്ലുള്ളൂ. ഇല്ലേ ചുമ്മാ വന്ന് മേടിച്ചു തരുന്നതിന് ഫോൺ വേണമെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ഐഫോൺ എടുത്ത് തരാ, നല്ല ക്ലാരിറ്റി ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞു ഉള്ള ആശ മൊത്തം തന്നിട്ടില്ല. എന്നിട്ട് മേടിച്ചു തന്നില്ലേ? എന്നാലും നശിപ്പിച്ചു. അതെ, എന്നാലും എന്താ ഫോൺ കിട്ടിയില്ലേ, പുതിയ ഫോൺ കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും പൂവൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അത് എടുക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫോണൊക്കെ എടുത്തു, ഹാപ്പിയായി. ഇനി ഫുഡ് കഴിച്ചിട്ട് പോകണം. കാരണം നമ്മൾ കുറേ മുമ്പ് വന്നതാണ്. ഇപ്പോൾ കുറേ നേരം ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആൾക്കാർ കുറയാൻ വേണ്ടിയിട്ട്. നോർമലി ഇവളോട് ഞാൻ ഇവിടെ ചോദിക്കുന്നത് എന്തിനാണ് ഇവിടെ എന്ത് കാണാൻ നിൽക്കണേന്ന്. ഇനാഗുറേഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഇവിടെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഇതാ ഈ ഷോപ്പിൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് വീഡിയോ എടുക്കണവരൊക്കെ നേരത്തെ എടുത്ത് പോയി. എന്നിട്ട് നമ്മൾ പോയില്ലായിരുന്നു. അപ്പോൾ കാരണം ഇതായിരുന്നു. അപ്പോൾ ഗൈസ് ഈഗിള് ഭയങ്കര ഹാപ്പി ആയെന്ന് തോന്നുന്നു അല്ലേ? ഹാപ്പി അല്ലേ? അതെ, അപ്പോൾ ഈഗിള് ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഇവിടെ കൈ മുറിഞ്ഞു, അത് മാത്രമാണ്. അത് സാരില്ല. അപ്പോൾ എന്തായാലും കിട്ടിയതല്ലേ. ചോര കണ്ടാൽ നല്ലതാണ്, ചോര നല്ലതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.